അഡ്വക്കേറ്റ് നിവേദിത കൂടി ചേരുന്നുണ്ട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട്. ശ്രീ നിവേദിത, ഇന്നലെ നമ്മൾ കണ്ടതാണ് 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് തേക്കിൻകാട് മൈതാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചേർന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതും. അതിലൊക്കെ തന്നെ ഒരു അസഹിഷ്ണുത ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ്സിന് എന്ത് ധൈര്യമാണുള്ളത്? നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറയുന്നത്. വ്യാജ ID കാർഡ് വരെ നിർമ്മിച്ചവരാണ്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുന്നാഥ ക്ഷേത്ര പരിസരം ചാണകവെള്ളം കൊണ്ട് തളിക്കാൻ പോകുന്നതും. നോക്കൂ, ഇതില് ഇവരുടെ സ്ത്രീ വിരുദ്ധത കൂടിയാണ് തെളിയുന്നത്. ഇത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനം, അവിടെ സ്ത്രീകളുടെ സമ്മേളനം നടക്കുമ്പോൾ ആ നടക്കുന്ന സ്ഥലത്ത് ഇവർ ചാണകവെള്ളം തെളിക്കുമ്പോൾ ഇവരാണ് ആദ്യം സ്വന്തം മനസ്സുകളിലേക്ക് ഈ എന്താ പറയാ സ്ത്രീ വിരുദ്ധത മാറാൻ വേണ്ടിയിട്ട് ചാണകവെള്ളമല്ല, അതിലും വലിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലെ ഈ കാലുഷ്യം അല്ലെങ്കിൽ അസഹിഷ്ണുത മാറ്റുവാനുള്ള മരുന്ന് കണ്ടെത്തി അവർ ചികിത്സ ചെയ്യണം എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇത്രയും സ്ത്രീ വിരുദ്ധതയോ? ഒരു പ്രധാനമന്ത്രി വന്ന് ഇവിടത്തെ മഹിളകളെ അഭിസംബോധന ചെയ്തതിൽ ഇത്രയധികം ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. ഇത്രയും മോശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിനോടൊപ്പമല്ല ഇവിടുത്തെ സ്ത്രീ സമൂഹം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് നല്ലോണം വിഷമമുണ്ടാവും. അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പ്രവർത്തിച്ച് അവർക്ക് വോട്ട് നൽകിയ നിരവധിയായിട്ടുള്ള അമ്മമാര് കഴിഞ്ഞ ദിവസം സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തി. കാരണം എന്താ? അവർക്കറിയാം അവരുടെ MP അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം നൽകിയ പഴയ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഏത് തരത്തിലാണ് അവരെ ചൂഷണം ചെയ്തത് എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലം അവർ മോദിക്കൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരാര് വിചാരിച്ചാൽ അതിനെ തടയാൻ സാധിക്കില്ല. ഇടതിനും വലതിനും എന്തൊക്കെ കളിച്ചാലും നാളത്തെ കേരളം ഈ മോദിക്കൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. നിവേദിത, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കാരണം ഈ കേരളത്തിൽ കൊച്ചുകുട്ടികൾ പോലും സുരക്ഷിതരല്ല. പിച്ച് ചീന്തി കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഒരു സംസ്ഥാനം. അതിൽ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ഇടത് വലത് നേതാക്കൾ തന്നെയാണ് അതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. DYFIക്കാരായിരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു, എല്ലാവരും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദി ഗ്യാരണ്ടി സ്ത്രീ സുരക്ഷയ്ക്കാണെന്ന് പറയുമ്പോൾ ഇവർ അതിൽ അസഹിഷ്ണുത പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അന്നൊന്നും ഇല്ലാത്ത വെപ്രാളമാണ് ഇപ്പോ. അതിലൊന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത കെൽപ്പില്ലാത്തവര് ഇന്ന് ഈ ഒരു ഏറ്റവും വലിയൊരു സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ പോലും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഇവരൊക്കെ എത്രത്തോളം സ്ത്രീ പീഡകരോടൊപ്പമാണ് നിൽക്കുന്നത്. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാടല്ലേ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഈ LDF ആയാലും UDF ആയാലും സ്വീകരിച്ചിട്ടുള്ളത്. സൂര്യനെല്ലിയും വിതുരയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ടായതല്ലേ. ഇതേ പല നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞതല്ലേ. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടും ഇവിടെ വേട്ടക്കാരെ സുരക്ഷിതരായിട്ട് വീണ്ടും വിലസുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഇവിടെ ഈ സ്ത്രീ സമൂഹത്തെ എപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അവരെയൊക്കെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി, അവരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോയി അധികാരത്തിൽ തുടരാമെന്നുള്ള ഹുങ്കുകൊണ്ടല്ലേ. പക്ഷെ സ്ത്രീ സമൂഹം അവർക്ക് ഇന്ന് ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണെന്നല്ലേ. എല്ലാ കാലവും ഇങ്ങനെ അടിമകളാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് വേട്ടക്കാർക്ക് മാത്രം സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ വിരളി പോയിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ എന്താ പറയാ ഒന്നിനും കൊള്ളാത്ത നട്ടലില്ലാത്ത അല്ലെങ്കിൽ തല ഉയർത്തി നടക്കാൻ പോലും അർഹതയില്ലാത്തവർ കടന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ. ഇവർക്ക് വേട്ടക്കാർക്കൊപ്പം നിന്ന് സംസാരിക്കാനേ അറിയുള്ളൂ. ഇരകൾക്ക് വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അവരോടൊപ്പം നിൽക്കാൻ ഒരിക്കലും അവർ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ ജനം മനസ്സിലാക്കിയിരിക്കുക, സ്ത്രീ സമൂഹം മനസ്സിലാക്കിയിരിക്കുക ആരാണ് അവരുടെ സംരക്ഷകരെന്ന്. അതുകൊണ്ട് സ്ത്രീ സമൂഹം ഇനി മുതൽ മോദിക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് അവർക്ക് വിരളി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ വിരളി പോണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ നിയമപാലകരോട് കൂടി പറയാനുണ്ട്. ഇത്തരം കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് അവര് ഇനിയുമെങ്കില് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അത് വലിയൊരു ആപത്തിലേക്ക് ഈ കേരളത്തിലെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ആഭ്യന്തരം കൈയാളുന്നവർക്ക് അതിനുള്ള കഴിവില്ല എന്നറിയാം. നിയമപാലകർ അവരുടെ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ അവർക്ക്
ഇനിയുള്ള കാലം പ്രവർത്തിക്കാൻ ഈ കാക്കിയും ഒക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. എല്ലാവരും കൂടി കയറി അവരുടെ നിയമപാലകരുടെ തലയിൽ കയറി നിരങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് അവർ നിയമപാലകരായിട്ട് പ്രവർത്തിക്കുക. ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുടെ ഗുണഫലം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ അവര് കഴിഞ്ഞ ദിവസം അവിടെ തടിച്ചുകൂടി. അതറിയാവുന്ന നിരവധിയായിട്ടുള്ള ആളുകള് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയുന്നവർ, അവരുടെ ഗുണഭോക്താക്കള് അവിടെ തടിച്ചുകൂടി. ഇതിൽ എന്താ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതിനൊക്കെ ഇവരൊക്കെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ കുത്തഴിഞ്ഞൊരു ഭരണ സംവിധാനമുണ്ട്. നോക്കൂ ശ്രീ അഡ്വക്കേറ്റ് നിവേദിത, ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്ന ഇടത്തു പോലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിന് പകരം പോലീസ് ചെയ്യുന്നതാകട്ടെ BJP പ്രവർത്തകർ ഈ സംഘർഷ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ചാണകവെള്ളം തളിക്കാൻ പോകുമ്പോൾ, യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ പോകുമ്പോഴേക്കും BJP പ്രവർത്തകരോട് എത്തി അവർക്ക് നേരെയാണ് കയർത്ത് സംസാരിക്കുകയും അവരെയാണ് ആക്രമിക്കുകയും ചെയ്യുന്നത് പോലീസും. അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ നിയമപാലകരെ നിയമം സംരക്ഷിക്കാനാണോ അതോ മോദിജിക്കെതിരെ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് സംശയം തോന്നുകയാണ്. അതില് LDFന്റെ ഒരു കിങ്കരന്മാരായിട്ട് പ്രവർത്തിക്കുക. ഇത് രണ്ടും കൂടി ഒന്നിച്ചാണല്ലോ ഇപ്പോ എല്ലായിടത്തും. അത് അധികം നാള് നിൽക്കില്ല. ഇവർക്കൊക്കെ നിയമപാലകർക്ക് പോലും ഇവിടെ അവരെ എത്ര കാലം അടിമകളായിട്ട് തുടരാൻ പറ്റും? അവർക്ക് ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥ അവർക്ക് തന്നെ സംജാതമാകും. അപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നിയമം സംരക്ഷിക്കാൻ അവർ തയ്യാറാവണം. അവിടെ ഒരു ഇത്രയും വലിയൊരു സമ്മേളനം നടന്നു, ശരിയാണ്. പ്രതിഷേധിക്കാൻ അവസരവും അവകാശവും ഒക്കെ നൽകുന്ന ഒരു ഭരണഘടനയുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊരു മഹിളാ സമ്മേളനം, പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. അതിൽ എന്ത് പ്രതിഷേധമാണ് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് ഉണ്ടാവേണ്ടത്? ഏത് കാര്യത്തിലാണ് അവർ നരേന്ദ്രമോദിയെ ഇത്തരത്തിലൊരു സ്ത്രീ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന നരേന്ദ്രമോദിജിയെ, പ്രധാനമന്ത്രിയെ, ലോകാരാധ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഈ തരത്തിൽ എതിർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് അവർ വ്യക്തമാക്കണം. അവരുടെ കാലത്ത്, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള അത്രയും നമുക്കറിയാം. സ്ത്രീകൾ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ അത്രയും. അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കേന്ദ്ര സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അർഹതയുള്ളവരായിട്ട് പറയുന്നത്? അത് ഇവിടത്തെ പൊതുസമൂഹം ചോദിക്കും. അത് അവർക്ക് നല്ല നിശ്ചയം ഉണ്ടാവും. വരും ദിവസങ്ങളിൽ അത് വ്യക്തമാക്കും. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഈ നടപടിയെ അവർ സ്വീകരിച്ചതെന്ന് വരും ദിവസങ്ങളിൽ അവർക്ക് വ്യക്തമാകും. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് നിവേദിത പ്രതികരിച്ചതിൽ.